ഈ വനം വന്യജീവി നിയമങ്ങളൊക്കെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇന്നലെ ഒറ്റയാൻ ഇറങ്ങി 2 ദിവസമായിട്ട് ഇവിടെ കറങ്ങുക. അത് ചാനലുകളൊക്കെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്ത. അത് കണ്ടിട്ടും ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി കയറി ഈ വീടിന്റെ ഗേറ്റ്, ഈ നിൽക്കുന്ന അച്ഛൻ്റെ കടറിന്റെ തൂണ്, കൃഷികൾ എല്ലാം നശിപ്പിച്ചിരിക്കുക. ഇത് മനുഷ്യരെങ്ങനെ ജീവിക്കാൻ പറ്റും? ഇവിടെ അന്ന് MLA കയറി കുളത്തുമണ്ണിൽ പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞിട്ട് MLAക്കെതിരെ കേസെടുക്കാൻ പോന്നു. അവിടെ ആരെങ്കിലും പ്രതികരിച്ച് അവർക്കെതിരെ കേസെടുക്കുക. അങ്ങനത്തെ നടപടിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഫോറസ്റ്റുകാരും എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത്. വനം വന്യജീവി നിയമം കൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം ഇല്ല, പിന്നെ എന്താ നിയമം? മനുഷ്യർക്ക് ജീവിക്കണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞാൽ ജനങ്ങൾ സ്വയമായിട്ട് പ്രതിരോധിച്ചേ പറ്റുള്ളൂ. ഇത് ഇവിടെ ആരെങ്കിലും പന്നി കത്ത് കഴിഞ്ഞാൽ അവർ വരും, ആരെങ്കിലും കഴിച്ചോ? അത് മുഖ്യമന്ത്രി പറഞ്ഞ വളരെ സത്യമാണ്. ഇത് എണ്ണയിലാണ് സംസ്കരിച്ചത്, അല്ലെ മണ്ണെണ്ണ ഒഴിച്ചാൽ സംസ്കരിച്ചതെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ചോദിച്ചാൽ സത്യമല്ലേ? ജനങ്ങൾക്ക് ജീവിക്കേണ്ട, ആദ്യം ജനങ്ങളുടെ സ്വത്തിനും ജീവനും വലിയ ഒരു സംരക്ഷണം കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇതിന് ഇതെന്തെങ്കിലും നടപടി ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് DFO ഒന്നിവിടെ ഉത്തരം തരേണ്ടതായിട്ടുണ്ട്. ആൾക്കാർ കിടന്നുറങ്ങുന്ന ഭാഗ്യത്തിന് ഇന്നലത്തെ ദിവസം ഇതുവഴിയാണ് ആന ഇറങ്ങിപ്പോയത്. ഈ ഇടിഞ്ഞു കിടക്കുന്നിടത്തോട് അത് രാത്രി ഇവിടെ ആൾക്കാർ കിടന്നുറങ്ങുമ്പോൾ അവരുടെ ജീവൻ പോയി കഴിഞ്ഞിട്ട് ഇവർ ആരോട് ഉത്തരവാദിത്തം പറയും? മഴയായതുകൊണ്ട് അവര് കിടന്നില്ല. അതെ, ചെല്ലാണ്ട് അവര് കടന്നില്ല. ഇന്നലെ മഴയായതുകൊണ്ട്, ശക്തമായ മഴയായതുകൊണ്ട് കടന്നില്ല. അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും? ഇതാരും ഫോറസ്റ്റിന്റെ ഭൂമി വെട്ടിപ്പിടിച്ച് താമസിക്കുന്നവരൊന്നും അല്ല. ജനവാസ മേഖലയിലെ ഇതുപോലെ ആനകളും അല്ല, അത് ആന തന്നെയല്ല, പുലിയായാലും കടുവയായാലും മ്ലാവായാലും എല്ലാം ഉണ്ട്. കർഷകരില്ലെങ്കിൽ നാട് നിലനിൽക്കുന്നത് എങ്ങനെ? കർഷകരുടെ ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം തരാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്നത്? കർഷകരാണ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ നട്ടെല്ലെന്ന് പറയുന്നുണ്ടല്ലോ. അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് ഫോറസ്റ്റുകാർ അവര് യാതൊരു വിധത്തിലും വിളിച്ചാൽ സ്ഥലത്ത് വരത്തില്ല, ഫോൺ എടുക്കത്തില്ല. അല്ലെങ്കിൽ അവർ വന്നു കൂട്ടത്തോടെ അവരവരുടെ നിൽക്കുന്നു, അവര് പോകുന്നു. ഞങ്ങൾക്ക് എന്തുവാ പ്രയോജനം? ജനങ്ങൾ ശക്തമായിട്ട് എന്തെങ്കിലും പ്രതികരിച്ചാൽ അവരുടെ പേര് കേസെടുക്കുക. ഇനി ഇത് പറ്റത്തില്ല. ജനങ്ങൾ ഇനി ശക്തമായിട്ട് പ്രതികരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 5:30 മുതൽ ഇവിടെ ജനങ്ങൾ തടിച്ചു കൂടിയേക്കുമായിരുന്നു. ഇപ്പോഴാണ് അവരങ്ങോട്ട് പോയത്. വീടിന്റെ ഗേറ്റ് തകർക്കുക, അല്ലെങ്കിൽ കൃഷിഭൂമികൾ തകർക്കുക, മതിലുകൾ തകർക്കുക. ആനയ്ക്ക് തീറ്റയില്ലെങ്കിൽ തീറ്റ കൊടുക്കേണ്ട ചുമതല ഫോറസ്റ്റുകാർക്കാ, ഞങ്ങൾക്കല്ല. ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്ന സാധനങ്ങളെല്ലാം നശിപ്പിക്കേണ്ടത്. അവരുടെ സ്വത്തിന് അവര് കരം കെട്ടിയ ഭൂമിയിലാണ് അവര് ജീവിക്കുന്നത്. പൊടി ഉണ്ടായിരുന്നു, അത് ചവിട്ടി പറിച്ചു പൂഞ്ചെടി. പ്രയോജനം പോലെ കിണറ് തിട്ട കണ്ടുകൊണ്ട് തിരിഞ്ഞു മാറിയതാ. ഒരു കമ്പ് നാട്ടി കെട്ടി അവത്തെ പിടിച്ച് കെട്ടിയിരുന്ന അതെല്ലാം പറിച്ച് കളഞ്ഞ് കക്കൂസിന്റെ ആ ഭാഗം വരെ വന്നിട്ട് തിരിഞ്ഞ് പിന്നെ ഉരുട്ടിച്ചാൻ്റെ ചെയ്തോട് ഇങ്ങനെ വന്ന ഈ ഗേറ്റ് ഇളക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവർക്ക് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റില്ലേ? അവരവരുടെ ജോലി ചെയ്യണ്ടേ? ജോലി ചെയ്യുന്നതിന് വരെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, സാധാരണക്കാർക്കെതിരെ കേസെടുക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഇനി അങ്ങനെയുള്ള സംഭവം വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതിന് ശക്തമായ പ്രതികരണം, രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ അതുണ്ടാവും. ശശിയുടെ തന്നെ 2-3 തെങ്ങ് മറിച്ചുകളും ശശിയുടെ ഞങ്ങളുടെ ചേട്ടൻ്റെ മോൻ്റെ 2-3 തെങ്ങ് മറിച്ചു. പിന്നെ ആ ജീമോന്റെ 1 മൂട് തെങ്ങ്, പിന്നെ അപ്പുറത്ത് പള്ളിയെ അടിവെച്ച് വന്നിട്ട് അവിടെ 2 മൂട് പാറ തങ്കച്ചൻ്റെ ഒരു പ്ലാവും ഒരു മരവും മറിച്ചു.